പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ചാരാധിക്കാം. കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ജീവിതം തന്നെ നമുക്ക് കർത്താവിന് ഫലമേൽപ്പിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് കർത്താവിന് ഫലമേൽപ്പിക്കാം. നമ്മുടെ വേദനകളും നമ്മുടെ മുറിവുകളും നമ്മുടെ കുറവുകളുമെല്ലാം കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം സഹനങ്ങൾ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം സ്വന്തം ജീവിതത്തിൽ നിറവേറ്റുന്നതായിരുന്നു. എത്രമാത്രം വേദനകൾ, കുരിശുമരണം, ഇതിലൂടെയൊക്കെയുള്ള കഠോരമായ വേദനയിലൂടെ ഈശോ കടന്നുപോയപ്പോഴും ഈശോയുടെ മുമ്പിൽ പിതാവ് അവനെ ഫലമേൽപ്പിച്ച ആ വലിയ ദൗത്യം, മാനവ രക്ഷ, സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായിട്ടാണ് ഞാൻ കുരിശിൽ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നത് എന്ന ബോധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ഈ മനോഭാവം, എന്നെ എൻ്റെ പിതാവ് ഫലമേൽപ്പിച്ച സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ ഞാൻ കടന്നുപോയാൽ മാത്രമേ എൻ്റെ രക്ഷയും എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയും ഞാനായിരിക്കുന്ന അവസ്ഥയിൽ രക്ഷയുടെ വലിയ മഹത്വത്തിലേക്കുള്ള ആ വിളിയുമൊക്കെ എനിക്ക് കരഗതമാകുമോ എന്നുള്ള ആ വലിയ മനോഭാവവും ബോധ്യവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ആഗ്രഹങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിലെ നാം പ്ലാൻ ഇടുന്ന പദ്ധതികൾക്കോ നമ്മുടെ പ്രതീക്ഷകൾക്കോ ഒന്നും ദൈവഹിതത്തിൻ്റെ മുമ്പിൽ വലിയ സ്ഥാനമില്ല എന്ന് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പദ്ധതികളുമൊക്കെ ദൈവിക ഹിതത്തിന് എതിരായിട്ട് നിലകൊള്ളുന്നുവോ അവയൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ എന്ത്, പിതാവിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവം എൻ്റെ ജീവിതത്തിലൂടെ അത് എൻ്റെ രക്ഷയ്ക്കും എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കും എൻ്റെ ജീവിതാവസ്ഥയിലുള്ള സകലരുടെയും രക്ഷയ്ക്കും വേണ്ടി ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിലൂടെ പ്ലാനിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയോട് അനുരൂപരാകുവാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെടുക്കുന്ന വലിയ ആ തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ മനോഭാവത്തിലാണ് നമ്മൾ വലിയ അഭിഷേകവും കൃപയുമൊക്കെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നത്. മോശയുടെ ജീവിതത്തിൽ അവൻ്റെ ആഗ്രഹം ആടുകളെ മേയ്ക്കുക എന്നതായിരുന്നു. എന്നാൽ എന്ന് ദൈവം അവനെ വിളിച്ചുവോ, എന്ന് ദൈവം അവനെ തെരഞ്ഞെടുത്തുവോ, എന്ന് ദൈവം എന്നെ വേർതിരിച്ച് അഭിഷേകം ചെയ്തുവോ, അന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങളും കൂടി കടന്നു വന്നു. നമുക്കറിയാം, പത്രോസിൻ്റെ ഇഷ്ടം മീൻപിടുത്തമായിരുന്നു. എന്നാൽ എന്ന് ഈശോ അവനെ കണ്ടുമുട്ടിയോ, എന്ന് ഈശോ അവനെ വിളിച്ചുവോ, വരുവിൻ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞുവോ, അന്ന് അവൻ്റെ ജീവിതത്തിൽ സഹനത്തിൻ്റെ പാതകളുടെ തുറവി കൂടിയായിരുന്നു. പ്രിയമുള്ളവരെ, എന്ന് പൗലോസ്ലീഹ ഈശോയെ കണ്ടുമുട്ടിയോ, എന്ന് തൻ്റെ ഇഷ്ടങ്ങളും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതായ ആ വലിയ ദൗത്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുവോ, അന്ന് പൗലോസ്ലീഹായുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരികയാണ്. തൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം, താൻ കണ്ടുമുട്ടിയ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന വലിയ ദൗത്യങ്ങൾ താനും ജീവിതത്തിൽ ഏറ്റെടുക്കണമെന്ന് പൗലോസ്ലീഹായ്ക്ക് മനസ്സിലായോ, അതവൻ ഹൃദയത്തോട് ചേർത്ത് വച്ച് മനുഷ്യരുടെ രക്ഷ കരങ്ങളിൽ ഏറ്റെടുത്തോ, അന്ന് സഹനങ്ങൾ പൗലോസ്ലീഹായുടെ ജീവിതത്തിലേക്കും കടന്നു വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ട് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുടെ ആരംഭം കുറിക്കുകയാണ്.
സഹനങ്ങൾ എന്ന് പറയുന്നത് ദൈവീക പദ്ധതിയിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നതിനായിട്ട് ദൈവം തന്നെ തുറന്നു തരുന്ന വലിയ പാതകളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുരിശിൽ നിന്ന് അകന്നു പോകുകയോ കുരിശിൽ നിന്ന് ഓടിയകലുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ മാനുഷികമായ രീതിയിൽ ചിന്തിക്കാതെ ദൈവീക പ്ലാനും പദ്ധതിയും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കുക കൂടി ചെയ്യുവാനുള്ള അവസരമാണ് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ. ഈശോയുടെ പീഡാനുഭവങ്ങളെപ്പറ്റി അവൻ പ്രവചിച്ചപ്പോൾ പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗുരു നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൂരെ മാറിപ്പോകൂ സാത്താനേ, നിന്റെ ചിന്തകൾ ദൈവികമല്ല, അവ മാനുഷികമാണ് എന്ന്. കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് വെല്ലുവിളി ഉയർത്തിയപ്പോൾ അവൻ കുരിശുപേക്ഷിക്കാതെ കർത്താവ് ഒരു സഹനദാസനായിട്ട് നിലകൊള്ളുന്നതായിട്ട്, സഹനത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും രക്ഷിക്കുന്നതായിട്ട് വിശുദ്ധ കുരിശിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു വശത്തുകൂടി മാത്രം പോകുക അല്ലെങ്കിൽ അനുഭവിക്കുക എന്നതല്ല. സഹനം എന്ന ജീവിതത്തിൻ്റെ മറുവശം കൂടി സന്തോഷത്തോടെ ആനന്ദത്തോടെ നമ്മൾ അനുഭവിക്കുകയും അത് ഹൃദയത്തോടെ ചേർത്ത് വെച്ച് സഹിക്കുകയും ചെയ്യുക എന്നതിലാണ് വിശുദ്ധി അല്ലെങ്കിൽ ദൈവീക സ്നേഹം നാം അനുഭവിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ പറയുന്ന ഒരു കാര്യമുണ്ട്, കുരിശുകൾ തന്നാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നത്. സ്നേഹിക്കുന്നവർക്കാണ് കർത്താവ് കൂടുതൽ കുരിശുകൾ നൽകുന്നത്. പ്രിയമുള്ളവരെ, പരാതിയില്ലാതെ സഹിക്കുന്നവരെ പിശാചിന് ഭയമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ അത് വിശുദ്ധിയുടെ വലിയ മാർഗങ്ങളായിട്ട് നമ്മൾ തീർക്കുമ്പോൾ നമ്മൾ വലിയ ആത്മീയ സംരക്ഷണം നമുക്കും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനുമൊക്കെ നമ്മൾ പണിതുയർത്തുകയാണ്. എന്നാൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളത് മാറ്റുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടിയകലുമ്പോൾ, സഹനങ്ങളെ പ്രതി സഹനങ്ങൾ നൽകുന്നവരെ പറ്റിയൊക്കെ നമ്മൾ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നടത്തുമ്പോൾ പിശാചാണ് അവിടെ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് പരാതിയില്ലാതെ സഹിക്കുന്നവനെ പിശാച് ഭയപ്പെടുന്നു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സഹന വഴികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവം നിരന്തരം സഹിക്കുന്നവരുടെ കൂടെ, അവരുടെ കുരിശുകളോടുകൂടെ, അവരുടെ വേദനകളോടുകൂടെ, സഹിക്കുന്നവരുടെ വിഷമതകളോടുകൂടെ, രോഗങ്ങളോടുകൂടെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോടുകൂടെ ദൈവവും ആ കുരിശുകളും സഹനങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് വലിയ ആത്മീയ ധൈര്യം നൽകിക്കൊണ്ട്, വലിയ ആത്മീയ സംരക്ഷണം നൽകിക്കൊണ്ട്, വലിയ ആത്മീയ ശക്തി നൽകിക്കൊണ്ട് നമ്മൾ കുരിശു വഹിച്ച് ഈശോയെ അനുധാവനം ചെയ്യുമ്പോൾ ഈശോ നമുക്ക് മുമ്പേ നടന്നുകൊണ്ട് നമുക്ക് വലിയ ആത്മീയ ധൈര്യം നൽകും ഈ സഹനങ്ങളെ ഏറ്റെടുക്കുവാനും ഈ സഹനങ്ങളെ സഹിക്കുവാനുമായിട്ട്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കപ്പെടാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ന്യായമായ ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുമ്പോൾ, കാരണമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരാൽ നമ്മൾ നിന്ദിക്കപ്പെടുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ, തിരസ്കൃതരാകുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം മുറിവേൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദീർഘനാളത്തെ പ്രാർത്ഥനകൾക്ക് പോലും ഉത്തരം കിട്ടാതെ വരുമ്പോൾ, കഠിന രോഗത്തിൻ്റെ വേദനയിൽ നമ്മൾ പുളയുമ്പോൾ, നഷ്ടപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമെന്ന വലിയ പ്രതിസന്ധിയിൽ നമ്മൾ പെട്ടുഴലുമ്പോൾ, നിശബ്ദമായിട്ട് നമ്മൾ സഹിച്ച് ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധർ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പല വിശുദ്ധരെയും പലവിധ കാരണങ്ങളാൽ കുറ്റാരോപിതരായിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്.
അവർ ന്യായങ്ങൾ നിരുത്തുവാനായിട്ട് പോയിട്ടില്ല. നിരപരാധിത്വം തെളിയിക്കുവാനായിട്ട് വിശുദ്ധർ ഓടി നടന്നില്ല. സഹനത്തിൻ്റെ കനം കുറയ്ക്കുവാൻ നോക്കിയില്ല. നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന മാനം എങ്ങനെ പിടിച്ചു നിർത്താമെന്ന് ആലോചിച്ച് അസ്വസ്ഥതപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. അവർക്കൊരു കാര്യം അറിയാമായിരുന്നു. സൽപ്പേര് തന്ന ദൈവത്തിന് അത് പിൻവലിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന്. ജീവിതത്തിന് ശക്തി നൽകിയ ദൈവത്തിന് സഹനങ്ങളും വേദനകളും രോഗങ്ങളുമൊക്കെ നൽകുവാനുള്ള അധികാരമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. വളർത്തുന്നവന് തകർക്കുവാനുള്ള അധികാരമുണ്ടെന്ന് വിശുദ്ധർ മനസ്സിലാക്കി. അങ്ങനെ സഹനങ്ങൾ അവർ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ വിശുദ്ധരായി മാറി. ഇന്നും തിരുസഭയിൽ അവർ വിശുദ്ധരായിട്ട് തന്നെ നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ദുഃഖങ്ങളും മുറിവുകളും വേദനകളും സഹനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവയെ വിമർശിക്കാതെ, കുറ്റം പറയാതെ, നിഷേധിക്കാതെ, അവയിൽ നിന്നൊക്കെ ഓടിയകലാതെ കർത്താവിൻ്റെ ഹിതം എന്നിൽ നിറവേറുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വേദനകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മോടൊപ്പം സഹിക്കുന്നു. കർത്താവ് നമ്മോടൊപ്പം കുരിശു വഹിക്കുന്നു. കർത്താവ് നമ്മോടൊപ്പം നമ്മിൻ്റെ മുമ്പേ തന്നെ ഉണ്ടായിക്കൊണ്ട് നമുക്ക് ശക്തിയും ആത്മബലവും ആത്മധൈര്യവുമൊക്കെ നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന ആ വലിയ ബോധ്യത്തോടെ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ വേദനകളും, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും, നമ്മുടെ ജീവിതത്തിലെ ഓരോ കുറവുകളും കർത്താവിൻ്റെ ഈ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കുരിശുപേക്ഷിച്ച് ഓടിയകുന്ന നിമിഷങ്ങളെ പ്രതി നമുക്ക് മനസ്തപിക്കാം. കർത്താവേ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നോടൊപ്പം സഹിക്കുന്നവനെ, എനിക്ക് ആത്മധൈര്യം നൽകുന്നവനെ, എനിക്ക് ശക്തിയേകുന്നവനെ, ഈ നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിലുള്ള സകല കുരിശുകളും നിൻ്റെ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വെച്ച് ഞാൻ സഹിക്കുന്നു. കർത്താവേ, വേദനകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളുണ്ട്. ഈ നിമിഷങ്ങളിലെല്ലാം കർത്താവേ, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ വിശുദ്ധ കുരിശിനോട് എൻ്റെ സഹനങ്ങളെല്ലാം ഞാൻ ചേർത്ത് വയ്ക്കുന്നു. സഹിക്കുവാനുള്ള വലിയ ആത്മധൈര്യവും ആത്മബലവും എനിക്ക് നൽകണമേ. കർത്താവേ, എൻ്റെ കുടുംബത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള എൻ്റെ വേദനകൾ, എൻ്റെ ജീവിത പങ്കാളിയെ പറ്റിയുള്ള എൻ്റെ ദുഃഖങ്ങൾ എല്ലാം ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് കർത്താവേ, കരുണയുടെ ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശക്തി, അഭിഷേകം, കൃപ, രോഗശാന്തിയൊക്കെ എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും ഒഴുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണയുടെ ഈ തിരുമണിക്കൂറിൽ ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകലരെയും നമുക്ക് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, കരുണ അവരുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയും സ്നേഹവും സ്വീകരിച്ച് കർത്താവിൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതം വിശുദ്ധിയിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് അവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രോഗികൾ സൗഖ്യപ്പെടട്ടെ. വേദനകളും മുറിവുകളുമെല്ലാം കർത്താവ് സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സകലവിധ വ്യാധികളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെയും നാം ആയിരിക്കുന്ന അവസ്ഥയും കർത്താവിന് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ